നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമിക്രോൺ ഭീതി പരത്തുന്നതിനിടെ യൂറോപ്പിൽ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 7.5 കോടി കവിഞ്ഞതായി റിപ്പോർട്ട്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധന കാരണം വിവിധ രാജ്യങ്ങളിൽ ആശുപത്രികൾ കോവിഡ് രോഗികളെ കൊണ്ട് നിറയുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലോകത്ത് ഇതുവരെ 38 രാജ്യങ്ങളിലാണ് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ഇതിൽ 23 രാജ്യങ്ങളിൽ 2 ദിവസത്തിനിടെയാണ് ഒമിക്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. റഷ്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 5,78,020 ആയി. ലോകത്തിൽ കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ മരിച്ച രാജ്യങ്ങളിൽ മൂന്നാമതാണ് റഷ്യ. യൂറോപ്പിൽ 15 രാജ്യങ്ങളിലാണ് ഇതുവരെ ഒമിക്രോൺ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ സാമ്പത്തിക മേഖല വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യുകയാണ്. ഒമിക്രോൺ ഭീതിയെ തുടർന്ന് കുവൈത്തിൽ നിന്ന് പുറത്തേക്കുള്ള 20% യാത്രക്കാർ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതായി ട്രാവൽ രംഗത്ത് നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ എന്ന പോലെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാനത്താവളം അടച്ചുപൂട്ടുമോ അല്ലെങ്കിൽ മറ്റ് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയെ തുടർന്നാണ് പലരും ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദ് ചെയ്തത്. പുതുവർഷം, ക്രിസ്മസ് എന്നീ ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടിലേക്ക് പോകാനാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. തുർക്കി, ഈജിപ്ത് മുതലായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ബുക്കിംഗുകളും ഗണ്യമായി കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ രാജ്യത്തെ ടൂറിസം ട്രാവൽ മേഖലയിൽ ഈ വർഷം ആദ്യം മുതൽ സെപ്റ്റംബർ വരെയുള്ള വിൽപ്പന 115% വർദ്ധിച്ചു. അതേസമയം കൊറോണ വ്യാപനത്തിന് മുൻപുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒമിക്രോൺ വൈറസ് വകഭേദം എണ്ണവിലയിൽ കുറവ് വരുത്തിയെങ്കിലും ഉൽപാദനം പ്രതിമാസം വർദ്ധിപ്പിക്കാനുള്ള ഒപെക് നോൺ ഒപെക് കൂട്ടായ്മയുടെ തീരുമാനത്തിൽ തൽക്കാലം മാറ്റമില്ല. കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ ഓരോ മാസവും ക്രമാനുഗതമായി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചുനിൽക്കാൻ ധാരണയായി. ക്രൂഡ് റിസർവ് കുറച്ച് വിപണിയിലേക്ക് എണ്ണ ഒഴുക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്കയുടെ സമ്മർദ്ദതന്ത്രം ഇതിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ ചർച്ചയിലാണ് ഓഗസ്റ്റ് മുതൽ മാസത്തിൽ 4 ലക്ഷം ബാരൽ വീതം പ്രതിദിന ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും നിയന്ത്രണത്തിന്റെ തോത് ഇടയ്ക്കിടെ വിപണി വിലയിരുത്തി മാറ്റം വരുത്താനും തീരുമാനിച്ചത്. ജനുവരിയിൽ മാറ്റുന്നില്ലെങ്കിലും അതിനുശേഷമുള്ള സാഹചര്യം വിലയിരുത്തി അപ്പോൾ തീരുമാനമെടുക്കും. അന്താരാഷ്ട്ര വിപണിയിലെ ആവശ്യവും വിതരണവും തമ്മിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഒപെക് നോൺ ഒപെക് കൂട്ടായ്മ വക്താവ് അറിയിച്ചു. ഫിഫ അറബ് കപ്പിനെത്തുന്ന കുട്ടികളായ കാണികൾക്ക് കോവിഡ് പരിശോധന എളുപ്പമാക്കാൻ നടപടികളുമായി അധികൃതർ. 5 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതിന് സംവിധാനം ഒരുക്കിയതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ തന്നെ കുട്ടികൾക്ക് ഇവിടെയെത്തി റാപ്പിഡ് പരിശോധന നടത്താം. അൽഖോർ, അൽ തുമാമ, അൽ വജ്ബ, അൽ ലിബൈബ്, അൽ വക്ര എന്നിവിടങ്ങളിലെ PHCCകളിലാണ് ഇത്. 25 റിയാലാണ് പരിശോധനാ ഫീസ്. രാവിലെ 7 മുതൽ രാത്രി 10 വരെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. ഫിഫ അറബ് കപ്പ് മത്സരങ്ങൾക്ക് എല്ലാ പ്രായവിഭാഗങ്ങളിലെയും കാണികൾക്ക് ഗാലറിയിലേക്ക് പ്രവേശനമുണ്ട്. 12 വയസ്സിന് മുകളിലുള്ളവർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണം. എന്നാൽ 12-ന് താഴെയുള്ളവരെ ആന്റിജൻ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം നൽകുന്നത്. രാജ്യത്തെ സർക്കാർ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കാൻ മാൻപവർ അതോറിറ്റി. കുവൈറ്റ് സർക്കാർ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കാൻ മാൻപവർ അതോറിറ്റി ഒരുങ്ങുന്നു. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കരാർ ജോലികളിൽ ഉൾപ്പെടെ സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കുവൈറ്റ് വ്യവസായ യൂണിയനുമായി കൂടിക്കാഴ്ച നടത്തിയ അതോറിറ്റിയിലെ ദേശീയ തൊഴിൽ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ മുതൈത വ്യക്തമാക്കി. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിൽ സംവരണത്തിന് നിശ്ചിത തോത് നിർണ്ണയിച്ചിട്ടുണ്ട്. സർക്കാർ പദ്ധതികളിലും നിശ്ചിത ശതമാനം സ്വദേശികളായിരിക്കണമെന്ന് വ്യവസ്ഥ കൊണ്ടുവരും. ബാങ്കിംഗ് മേഖലയിൽ സ്വദേശികൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നതിന് വാർഷിക പദ്ധതി ഫെബ്രുവരിയിൽ നടപ്പാക്കും. ഈജിപ്തിൽ നിന്നുള്ള യാത്രക്കാരുടെ 7 ദിവസ ക്വാറന്റൈൻ നിർദ്ദേശം ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം ഒഴിവാക്കി. പുതിയ നിർദ്ദേശപ്രകാരം ഈജിപ്തിൽ നിന്ന് ഖത്തറിലെത്തുന്നവർ 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതിയാകും. കോവിഡ് വകഭേദമായ ഒമിക്രോൺ മുൻകരുതലിന്റെ ഭാഗമായി അതിതീവ്ര വ്യാപന പട്ടികയിലെ 7 രാജ്യങ്ങൾക്ക് 7 ദിവസ ക്വാറന്റൈൻ നിർദ്ദേശിച്ചപ്പോഴായിരുന്നു ഈജിപ്തും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഡിസംബർ 1 മുതൽ നിർദ്ദേശം പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. 2 ദിവസത്തിനു ശേഷമാണ് ഈജിപ്തിനെ ഒഴിവാക്കാൻ തീരുമാനമായത്. വിദേശ രാജ്യങ്ങൾ രാജ്യാന്തര സംഘടനകളുമായി യോജിച്ച് ആധാർ ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്കും നൽകുന്ന കാര്യത്തിൽ ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. UIDAI മേധാവി സൗരഭ് ഗാർഗ് പേടിഎം മേധാവി വിജയ് ശേഖർ ശർമ്മയുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഇക്കാര്യം പറഞ്ഞതെന്നാണ് റിപ്പോർട്ട്. ദേശീയ ഐഡന്റിറ്റി എന്ന നിലയിൽ മറ്റു രാജ്യങ്ങൾക്കും ആധാർ പദ്ധതി നടപ്പാക്കാൻ സഹായിക്കാനായിരിക്കും ശ്രമിക്കുക. അതൊരു ജനശാക്തീകരണമായിരിക്കുമെന്നും ലോകമെമ്പാടും നടപ്പാക്കുമെന്നും സൗരഭ് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ 99.5% ജനങ്ങൾക്കും ആധാർ ലഭിച്ചു കഴിഞ്ഞു. രാജ്യത്ത് പ്രതിദിനം ഏകദേശം 50 ദശലക്ഷത്തോളം ആധാർ വഴിയുള്ള വെരിഫിക്കേഷനുകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനാൽ ആധാറിന്റെ ഘടന മറ്റു രാജ്യങ്ങളുമായും ലോകബാങ്കുമായും ഐക്യരാഷ്ട്ര സംഘടനയുമായും പങ്കുവയ്ക്കാനാണ് ഉദ്ദേശമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.